ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഭരണം നല്ല ഭരണമാണെന്ന് പറയുന്നത്. പിണറായിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ CPM ജയിക്കാവുന്ന ആഗ്രഹിക്കുന്നവരാണ്. BJP ക്കൊന്നും വേണ്ട. ഭരണത്തിൽ സംതൃപ്തനൊന്നുമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്രഭരണം നല്ല ഭരണമാണ്. കാരണം വെച്ചാൽ മോദി സർക്കാർ ഭരിക്കുന്ന നല്ല ഭരണമാണ്. ഇത് നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ആർക്കും ഒരു ഗുണവും ഇല്ല. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തനാണോ? അല്ല, അതറിഞ്ഞുകൂടാ. ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. എല്ലാത്തിനും വില കൂടും. പിന്നെ ആ ഭരണോ ഈ ഭരണോ എല്ലാം എല്ലാം ജനങ്ങൾ സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പറയാനൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല. അവിടെ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ചെയ്യണ വേണ്ടി. ഒരുപാട് കുറവുകൾ ഈ ഭരണം കൊണ്ടുണ്ട്. പെൻഷൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നില്ല. പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ 7 മാസമായപ്പോൾ ഞങ്ങൾക്ക് 2 മാസം കാശാണ് തന്നു. ഈ ഭരണത്തിൽ കോട്ടങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഭരണം നല്ല ഭരണമാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ഭരണം ഇയാൾ ഭരിച്ചിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു 5 കൊല്ലം. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഭരിക്കാൻ കൊടുത്തപ്പോൾ കാണിച്ചത് വൃത്തിയാണ്. അതാ പറയുന്നത്. പിണറായിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ശോഭാ സുരേന്ദ്രനാണ് ബന്ധുക്കമുള്ളത്. 100% ശോഭാ സുരേന്ദ്രൻ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോடு തന്നെ വിജയിക്കും. കേന്ദ്രഭരണം നല്ല ഭരണമാണ്. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കേന്ദ്രം ചെയ്യുന്നത്. അത് ജനങ്ങൾ ഹാർദമായിട്ട് തന്നെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. അത് ഈ ഇലക്ഷനിൽ അറിയാൻ പറ്റും. CPM ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സംതൃപ്തരാണോ? അതെ. ഈ ഭരണത്തിൽ സംതൃപ്തരാണ്. അതെ, ഞങ്ങൾ CPM തന്നെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ CPM ജയിക്കാവുന്ന ആഗ്രഹിക്കുന്നവരാണ്. BJP ക്കൊന്നും വേണ്ട. അങ്ങനെ ആഗ്രഹിക്കുന്നത് ആരിഫ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. KC ഇപ്പോൾ ജയിക്കത്തില്ലല്ലോ, ജയിച്ചിട്ട് വേണ്ടേ. KC ഇപ്പോൾ 3ാം സ്ഥാനത്ത് പോകും. ശോഭാ സുരേന്ദ്രനായിരിക്കും 2ാമത് വരുന്നത്. കാരണം പുള്ളിക്കൊരു സാധനം ഉള്ളതാണ്. പുള്ളി അവിടെ ACC മെമ്പറാണ്, പിന്നെ രാജ്യസഭ മെമ്പറാണ്. പുള്ളിക്കിൻ്റെ ഒരു കാര്യമില്ല. പുള്ളിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു എന്ന് വെച്ചിരുന്നതാണ്. ഇപ്പോഴത്തെ LDF സർക്കാർ ആദ്യത്തെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് 5 വർഷം കാഴ്ചവെച്ചത്. പക്ഷേ 2ാം ഭരണം വളരെ മോശമാണ്. ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം, ഭയങ്കര വിഷയമാണ്. ഈ ലോട്ടറി തൊഴിലാളികൾ തന്നെ ലക്ഷക്കണക്കിന് പേര് നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാവരും പട്ടിണിയിലാണ്. പക്ഷേ LDF സർക്കാരിനെ വെച്ച് നോക്കാനാണെങ്കിൽ ആദ്യത്തെ ഭരണം നമുക്ക് മികച്ച ഭരണം കാഴ്ചവെച്ചു. പക്ഷേ 2ാം ഭരണം, അതുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പോൾ LDF വളരെ മോശപ്പെട്ടൊരു മുൻതൂക്കമാണ് ഇപ്പോൾ. അപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ഭരണത്തിൽ തൃപ്തയാണോ? അല്ല. കാരണമെന്ന് വെച്ചെന്നാൽ പെൻഷൻ എത്ര നാളെ ഞങ്ങൾക്ക് തരാതെ ഇരുന്നിട്ട്, പെൻഷൻ്റെ ഒന്നാമത്തെ കാരണം. പിന്നെ സാധനത്തിൻ്റെ വിലക്കയറ്റം, അതേ ഉള്ളൂ. സംതൃപ്തനാണ് ഭരണത്തിൽ? ഭരണത്തിൽ സംതൃപ്തനൊന്നുമില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സർക്കാരിൻ്റെ ഭരണമൊന്നും ശരിയായ രീതിയൊന്നുമില്ല. എല്ലാം ജനങ്ങളെ ദ്രോഹിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ പെർമിറ്റിൻ്റെ ആണെങ്കിലും 4000 രൂപയ്ക്ക് ഇരിക്കുക. 600 രൂപ അടുത്തുണ്ടെന്നോ. 5 വർഷം കൂടുമ്പോൾ ഇതിൻ്റെ പെർമിറ്റ് പുതുക്കണം ഓട്ടോയുടെ. ഇപ്പോൾ അത് 4000 ജില്ല 4600 രൂപയ്ക്ക് ഇരിക്കുക. കേന്ദ്ര സർക്കാരിനെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനായിട്ടില്ല ഇതുവരെ. പിന്നെ അവരിപ്പോൾ പറയാനാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, ഭരണമൊക്കെ കൊള്ളാം. പക്ഷേ ഈ മതപരമായിട്ട് ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും. അവരുടെ ഭരണമൊക്കെ കൊള്ളാം, പക്ഷേ ഭരണം നല്ല രീതിയിലാണ്. പക്ഷെ മതപരമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രശ്നം മണിപ്പൂരിലെ തന്നെ കണ്ടില്ലേ, അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ തന്നെ വോട്ട് കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കൊടുത്തിട്ട് സ്വന്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അന്നേരം പിന്നെ എന്തോ അവരോട് പറയുന്നത്, അനുഭവിക്കുക തന്നെ. പെൻഷൻ അംശമുണ്ട്. എല്ലാത്തിനും വിലക്ക് കഴിച്ചു. ഒന്ന് ആലോചിച്ച് പോയി. കറണ്ട് ചാർജ് ആണെങ്കിൽ അമിതമായ കറണ്ട് ചാർജാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളക്കരം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യത്തിനിടപെട്ടാലും ശരി, അതിനെല്ലാം ഭയങ്കരമായ രീതിയിലാണ് ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഭരണമാണ്. പിന്നെ അത് നേട്ടമുണ്ടോ കോട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കുഞ്ഞെ അത് ഒരു പ്രത്യേക രീതിയിലാണ്. അവർ ഓരോരുത്തരും ഓരോ രീതികളല്ല. അവർ കോടീശ്വരന്മാർ, അവർ ഭരണം കൈകാര്യം ചെയ്യുന്നു. അവർ ചെയ്യട്ടെ. ഏറ്റവും കൂടുതൽ പണക്കാരെന്ന് പറയുന്ന ഭരണം കൈയാളുന്ന ആൾക്കാരാണ്. അതാണ് ജനങ്ങളെ തന്നെ പണക്കാരാണ്. അവരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അവർ നന്നാകുന്നു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ത്രികോണ മത്സരം തന്നെയാണ്. കേരള സർക്കാരിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ ജനം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിപ്പം 1-2 ആൾക്കാർ പറയണ്ടല്ലോ, പൊതുവേ ഉള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഭരണത്തിൽ LDFന് അതൊരു ദോഷമായി ബാധിക്കും എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. ചാൻസ് അങ്ങനെ ആർക്ക് കിട്ടുമെന്നൊന്നും പറയാനൊക്കത്തില്ല. ഇവിടെ 3 കൂട്ടരും നല്ല വലം വരിക.
പിന്നെ ആര് ഭരിച്ചാലും നമ്മൾ ഈ വണ്ടി ഓടുക, ജീവിക്കാനേ പറ്റൂ, അതേ ഉള്ളൂ. ആര് ഭരിച്ചാലും നമുക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നത്. കേന്ദ്രഭരണം നല്ല ഭരണമാണ്. കാരണം വെച്ചാൽ മോദി സർക്കാർ ഭരിക്കുന്ന നല്ല ഭരണമാണ് നമ്മുടെ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ മിക്കവാറും തന്നെ ഭരണം BJP ക്കായിരിക്കും. പക്ഷേ എങ്കിലും കേരളത്തിലെ നിലപാട് വെച്ച് നോക്കാനാണെങ്കിൽ വളരെ മോശപ്പെട്ടൊരു കടമെടുക്കുന്ന നമ്മുടെ ഈ എത്രയെന്ന് പറഞ്ഞ് കടമെടുത്ത് പക്ഷേ ഈ മന്ത്രിമാരുടെ പരിപാടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊക്കെ അവർ മുതൽ മുടക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ? എല്ലാ ജില്ലകളിലും ഇപ്പോൾ മന്ത്രിമാരുടെ പരിപാടി വെച്ച് അതിനകത്ത് ഒരുപാട് അപേക്ഷയൊക്കെ സ്വീകരിച്ചു, വല്ലതും ആൾക്കാർ കിട്ടിയോ? അതുകൊണ്ട് തന്നെയാണ് പക്ഷേ LDF ഈ പ്രാവശ്യം കേന്ദ്രത്തിലും കേരളത്തിലും കണക്കായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു മറ്റേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഏത് സംസ്ഥാനത്തും ഉണ്ടോ BJP കോൺഗ്രസ് ഉണ്ടോ? നല്ല നേതാക്കളെല്ലാം പോവുക, ശരിയല്ല? ഏക്കാനിയുടെ മോന് എല്ലാവിധ ആനുകൂല്യവും കിട്ടിയ കോൺഗ്രസിൻ്റെ അവൻ പോയില്ലേ? കർണാകരൻ്റെ മോള് എല്ലാ ആനുകൂല്യവും കിട്ടിയതാ, പോയില്ലേ? അങ്ങനെ എല്ലാ കോൺഗ്രസ്സുകാരും കുറേ നാൾ കഴിയുമ്പം ഈ ശശി തരൂർ തോറ്റു കഴിഞ്ഞാൽ പുള്ളി അടുത്ത വർഷം BJP-യിലായിരിക്കും. അതറിയത്തില്ല. കേസുകോടതിൽ പോകുന്ന നമുക്കറിയാം. സുധാകരൻ എന്തായാലും പോകുന്ന ഉറപ്പായി. ഇവരെ KPCC പ്രസിഡന്റ് പുള്ളി പോകും. പുള്ളി അധികാരമോഹിയാണ്. മുൻതൂക്കം ഇപ്പം കേന്ദ്രത്തിലാണ് BJP-ക്കാണ് മുൻതൂക്കം കാണുന്നത്. എല്ലാവരും BJP-യിലോട്ട് ചാടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഭരിച്ചിരിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആർക്ക് ചെയ്തിട്ട് ഒരു പ്രയോജനവും നമുക്ക് ഇത് നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോൾ ആർക്കും ഒരു ഗുണവും ഇല്ല. അതുകൊണ്ട് മുൻതൂക്കം കോൺഗ്രസ് കയറുമോ എന്നുള്ള സംശയത്തിനാണ് ഇപ്പോഴും ഇരിക്കുന്നത്. LDF-നൊന്നും ഒരു സാധ്യതയില്ല, UDF-ന് സാധ്യത കാണത്തില്ല. കേരള സർക്കാരിൻ്റെ ഭരണത്തെ പറ്റി എന്താണ്? കേരള സർക്കാർ എന്നതാ തൃപ്തരാണോ? തൃപ്തരൊന്നുമല്ല. എന്തോ അവർ ചെയ്യുന്നത്? ആശുപത്രികളിൽ ചെന്നാൽ വല്ല മരുന്നുണ്ടോ? എല്ലാം ഇങ്ങനെ നീട്ടിപ്പോയി അവർക്ക് സർക്കാരിന് കാശ് കിട്ടാൻ വേണ്ടിയല്ലേ ഡോക്ടർ മരുന്ന് തന്നത് കുറിച്ചാൽ, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെല്ലുകയാണെങ്കിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടുകയില്ല. ഇത് പാവപ്പെട്ട മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നീട്ടിപ്പിടിച്ച് കുറിച്ച് തരും, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചൊന്നും പറഞ്ഞു. അതൊക്കെയല്ലേ സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ. പിന്നെ അതിൽ വിശേഷിച്ച് എന്തോ പറയാനാ? ഇപ്പോഴത്തെ ഭരണത്തിൽ സംതൃപ്തനാണ്? ഇപ്പോഴത്തെ അല്ല. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ എവിടെയെങ്കിലും? കേരളത്തിൽ എവിടെയെങ്കിലും തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സാധ്യത നമ്മുടെ ആലപ്പുഴയിലെ ഒട്ടേറെ ഞാൻ തിരക്കിയിട്ടും പല മേഖല ചെന്നിട്ടും BJP-ക്കാണ് കൂടുതൽ മേഖല കിട്ടും. വോട്ടിന് BJP ആയിരിക്കും. ഇവിടെ വൻപിച്ച ഭൂരിപക്ഷമാണ്. ഇപ്പോഴത്തെ ഭരണത്തിൽ തൃപ്തനാണോ? അല്ല. എന്തെങ്കിലും പറയാനോ? KC വേണുഗോപാലിനെ ഇതേക്കട്ടെ, പുള്ളിയൊക്കെ കുറേ ബിൽഡിങ്ങും കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതല്ലേ. ഒരു വാരം കിട്ടുവാണെങ്കിൽ പുള്ളിയെ വരും. എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാനൊന്നുമില്ല. കാരണം പാർട്ടിയുടെ കാര്യത്തിൽ നമ്മളെന്താ അഭിപ്രായം പറയാനാ? തൃപ്തയാണോ ചേച്ചി? തൃപ്തിയല്ല. അതിനൊരുപാട് റീസൺസ് ഉണ്ട്. അത് വ്യക്തിപരമായിട്ട് തന്നെയാണെന്ന് കരുതിക്കും. പിന്നെ BJP അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? സാധ്യതയുണ്ട്. 100% സാധ്യതയുണ്ട്. ഉള്ള കാര്യം പറയല്ല. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഭാര്യയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോണി സോമൻ്റെ ഭാര്യയായിരുന്നു ഞാൻ. എങ്കിലും ഞാൻ പറയുകയാണ് BJP മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. കേന്ദ്ര ഭരണത്തിനെ പറ്റി എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അതിനെക്കുറിച്ച് പറയാൻ നമ്മളാളല്ല. കേരള സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് തൃപ്തരാണോ നിങ്ങൾ? തൃപ്തരല്ല. കാരണം പലതരത്തിലുള്ള എന്താ പറയുക, നല്ല വാർത്തകളൊന്നും അല്ലല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇലക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നു. ഈ വാർദ്ധക്യത്തിലായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ പെൻഷൻ അതാത് മാസത്തിൽ കിട്ടുകയാണെങ്കിൽ എന്ത് ഉപകാരമോ. ജോലിക്ക് പോകാൻ മേലാത്തവർ, ഈ മരുന്ന് കഴിക്കുന്നവരുമൊക്കെ അതാത് മാസത്തിൽ കിട്ടുകയാണെങ്കിൽ എന്ത് ഉപകാരം. 6 വർഷമായി എൻ്റെ ഭർത്താവ് കിടപ്പായിട്ട് എന്ത് പ്രയോജനമുണ്ട് ഈ സർക്കാരെ കൊണ്ട്? ഒരു പ്രയോജനമില്ല. മരുന്നിന് ഇന്നും ചെന്നാൽ നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കണം. അതാണ് കിട്ടുന്ന അനുഭവം. പിന്നെന്തോ പറയാൻ? കേരള സർക്കാരിൻ്റെ ഭരണത്തിനെ പറ്റി എന്താ പറയുക? സർക്കാരിൻ്റെ ഭരണം എല്ലാം ആപ്പടെ കൊളായിരിക്കുക. ആരെന്ത് പറയാനാണ്? എല്ലായിടത്തും അഴിമതിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പെൻഷൻ പോലും കൊടുക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും അറിയാമെന്നല്ല, അത് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നതന്നെ. എന്ത് പറയാനാണ്? എല്ലാം ഗ്യാസിന് വില കൂടി, പെട്രോളിന് വില കൂടി, എല്ലാത്തിനും വില കൂടും. പിന്നെ ആ ഭരണോ ഈ ഭരണോ എല്ലാം എല്ലാം ജനങ്ങൾ സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ പറയാനൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ യുവജനങ്ങൾ യൂട്യൂബ് ഇതൊക്കെ കണ്ട് ചിലപ്പോൾ അവർ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുത്താൽ എന്തെങ്കിലും ഒന്ന് തിരിയാനുള്ള സാധ്യതയുള്ളൂ. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇവിടെ ആർക്കാണ് സാധ്യത? അതറിഞ്ഞുകൂടാ. ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ? നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ് ആഗ്രഹം.